എല്ലാവർക്കും എൻ്റെ മൈക്ക് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഞാൻ എന്താണ്ട് ഇത് കണ്ട ഈ ചെടിയുടെ പേര് ഭയങ്കര കൂടിയ പേരാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ, ഫിലോഡെൻഡ്രോൺ അക്രാനം എന്നാണ്. അക്രാനം, അത് പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനെ നമുക്കുണ്ടല്ലോ 3-4 എണ്ണമായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുത്ത് ഇതൊക്കെ നല്ല വിലയുള്ള ചെടിയാണ്. നമുക്കിതാ ഇവിടെ വെച്ചൊന്ന് വെട്ടാം. ഓരോ സ്റ്റമ്പിൽ 2 എണ്ണം ഇപ്പം വെട്ടിയെടുക്കാം. ഞാൻ 2 ചെടിച്ചട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം വെട്ടിയെടുത്തു. മറ്റേത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ട എൻ്റെ കൊച്ചു കറമ്പം വന്ന് നിൽക്കുകയാണ് അവൻ ചെടി നടുന്നത് കാണാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം 2 എണ്ണമല്ലേ ഉള്ളത്, 2 എണ്ണമാണ് ഞാൻ എടുത്തത്. അത് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ചെടിച്ചട്ടിയും ഒരു ചെറിയ ചെടിച്ചട്ടിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം വലിയ ചെടിച്ചട്ടിയിലോട്ട് നമുക്ക് ഒന്ന് ശരിയാക്കി വയ്ക്കാമേ. ഞാനിവിടെ കൊണ്ടുവച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. അതിവിടെ ഈ മണ്ണ് കിളയ്ക്കുന്നേ, അതിപ്പം കാണാനില്ല. അപ്പം നമുക്കിതിങ്ങനെ തന്നെ അങ്ങ് ശരിയാക്കി വയ്ക്കാം. അപ്പം കത്രി വെച്ച് അങ്ങ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ പേരെന്തോന്നാന്ന് പറഞ്ഞ് ഫിലോഡെൻഡ്രോൺ അക്രിയാക്രി സ്പെല്ലിങ് ഇടാം ഞാൻ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിതില്ല, ഇത് നമുക്കിന്ന് ഇതിൻ്റെ അകത്ത് നമുക്കിതിലോട്ട് കുഴിച്ച് വയ്ക്കാം. ഇങ്ങനെ നമുക്കിതിലോട്ടേ ഇത് പടർന്ന് കയറുന്ന ചെടിയല്ലേ. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമുക്കൊരു കമ്പ് ഇങ്ങനെ ഈ കയറ് ചുറ്റിയൊരു കമ്പ് വയ്ക്കാം. അത് പിന്നെ വയ്ക്കാം. ഇപ്പം അതൊന്നും ചുറ്റി വെച്ചിട്ടില്ല, അത് പിന്നെ ഒരു ദിവസം ചുറ്റുന്നതൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ ഒരു ചെറിയ ചെടിച്ചട്ടി കണ്ടല്ലോ, എൻ്റെ കൊച്ചി കർമ്മം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വന്ന് അവൻ നടുവെന്ന് തോന്നുന്നതാണ്, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എടാ കണ്ണാ, അപ്പോൾ നമുക്ക് വേണ്ട ഒരെണ്ണം കൂടെ ഞാൻ വെട്ടി വെച്ചല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഇതിനകത്തോട്ട് നട്ട് വയ്ക്കാം. നിറച്ചും വേറുണ്ടോ, കൊണ്ട് പിന്നെ കിളുത്തോളും. ഏതായാലും ഇങ്ങനെ അങ്ങ് വയ്ക്കാം. ഇതിനെ നമുക്ക് എന്നിട്ട് വീട്ടിനകത്തോട്ട് വയ്ക്കാം കേട്ടോ. ഈ ചെടിയെ നമുക്ക് അതൊക്കെ വീട്ടിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കാം. കുഞ്ഞായിട്ടല്ലേ ഇരിക്കുന്നത്, അത് കിളുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പുറത്ത് വയ്ക്കാം. അപ്പം വീട്ടിനകത്തോട്ട് വയ്ക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വെള്ളം ഇതിനെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കണം. ഇവർക്ക് ഒഴിച്ചു കൊടുക്കാം, വെള്ളം ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം വീട്ടിനകത്തോട്ട് വയ്ക്കാൻ പോകുന്ന ചെടിക്ക് ഞാൻ വീട്ടിനകത്ത് വയ്ക്കുന്ന ഒരു പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഈ പോട്ട് പതുക്കെ നമുക്കെടുത്ത് ഇതിൻ്റെ അകത്തോട്ടിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അപ്പോൾ അതിലവരവിടെ സുഖമായിട്ട് ഇരുന്നോളും. അവിടെ നല്ല വെള്ളം, അത്രയും വെള്ളം വേണ്ട, കുറച്ച് നമുക്ക് കളയാം. അധികം വെള്ളമായാലും കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കിളുത്ത് വരും നല്ല ഭംഗിയായിട്ട്. അതപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ സ്വല്പം ഭാഗം ഒന്ന് മഞ്ഞളിച്ചു പോയത് സാരമില്ല. അപ്പം വേണ്ട, അപ്പോൾ 2 എണ്ണം നട്ടു. ഇനി ബാക്കി ഈ ചെടിയിൽ കുറേ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. എന്നിട്ട് നീക്കി വയ്ക്കട്ടെ. കുറേ ഉണ്ട്. ഇതിന് നമുക്ക് ഇനിയും വേറെ ചെടിച്ചട്ടികളുണ്ട്, അത് കൊണ്ടുവന്ന് ഞാൻ നട്ട് കാണിക്കാം. അപ്പോൾ അതുവരെ ഇതിൽ തന്നെ ഇരുന്ന് സുഖമായിട്ട് വളരട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോകളൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റ് സ്പെല്ലിങ്ങുമായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.